ഇതിപ്പോ എന്തെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിണ്ടാവും. അവന്റെ അല്ലേ സ്വഭാവം. നല്ല ആളാ. ഈ വക തെറ്റ് തീർക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ. അല്ല അതല്ല, ആ പെണ്ണെന്ന് അങ്ങനെ പറയലും വിളിക്കലൊന്നും ഇല്ലല്ലോ. ആദ്യമായിട്ടൊരു കാര്യം വിളിച്ചു പറയുമ്പോ നമ്മളത് മൈൻഡ് ചെയ്തില്ല എന്നുള്ള സംഗതി വേണ്ട. മനസ്സിലായില്ലേ? ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല, അതാണ് ഇപ്പൊ എനിക്ക് ഭ്രാന്ത് വരുന്നത്. ജെസേ ജെസേ ആ എന്താണ്, എന്താ സംഭവം? എന്റെ ഇച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്. രാവിലെ മുതൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ആദ്യം സമാധാനിക്ക്, സമാധാനത്തിലാവും, എന്നിട്ട് കാര്യം പറയാം. എന്താ സമാധാനിക്കാനാണ്? എന്താ കാര്യം? എന്തായി? എന്തായി? എനിക്ക് അറിഞ്ഞൂടെ ശരിക്കും സംഭവം എന്താണെന്ന്. നിങ്ങൾ വല്ല വഴക്കുണ്ടായോ? ഇല്ലെന്ന്. അതല്ല, ഇടുക്കിയിൽ എന്തോ സ്ഥല കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവിടുന്ന് 2 ദിവസമായി. 2 ദിവസമായി പോയിട്ട്. പക്ഷെ ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി വിളിച്ചിട്ട് എന്തോ അവിടെ എന്തോ സ്ഥലം വിൽക്കാൻ പറ്റിയില്ലെന്നോ എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ 2 ദിവസം എടുക്കും അത്രേ. അതുകൊണ്ട് എന്നോട് 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് ഇടയ്ക്ക് ഉള്ളതാണല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് കാര്യമാക്കിയില്ല. പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഫോൺ എടുക്കുന്നില്ല. പേടിക്കണ്ട, അതിപ്പോ എവിടെ. അതേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ അന്നെ വിളിക്കണില്ല എന്നുള്ളോ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചൊക്കെ സംസാരിക്കലൊക്കെ ഉണ്ട്. ഞങ്ങക്ക് കാര്യം അറിയാ ഇല്ലേ? നമുക്ക് കാര്യം അറിയാ ഇല്ലേ? ചിലപ്പോ ഈ വിളിച്ചിട്ട് ഈ എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ഇവിടെ വന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഈ എല്ലാം അങ്ങോട്ട് വിളമ്പും. പിന്നെ അത് അവന് വലിയ അടങ്ങറുണ്ടാക്കും. അതൊന്നും അല്ല, അതെ ഞാനിപ്പോ ഞങ്ങൾക്കൊക്കെ ദിവസം വിളിക്കണതാ. അപ്പൊ അതല്ല പല്ലി ഇപ്പൊ 2 ദിവസം മാറിയെന്ന് പറഞ്ഞപ്പോ ഞങ്ങക്ക് അറിയാണ്ടിരിക്കോ? ഇത് അങ്ങനെ ബേജാറടിക്കണ്ടാന്ന്. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഓന്റെ കാര്യമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിനെ കണ്ടിട്ട് അവരുടെ കൂടെ വല്ല സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ പോയിണ്ടാവും. രാത്രി വിളിച്ചപ്പോ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ശബ്ദത്തിൽ അറിയാൻ പറ്റും. ഇന്നലെ രാത്രി ഞാൻ വിളിച്ചല്ലോ. പിന്നെ അതെ, ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞങ്ങള് തീർപ്പിക്കാം അല്ലേ? എന്നെ ഒന്ന് വിളിക്കാനെങ്കിലും പറയൂ. അന്നെ വിളിക്കും. അന്നെ വിളിക്കല്ല. ഇവിടെ വരും ഓൻ ഇവിടെ വരും. അത് പറയാ എനിക്ക് ഒരു പ്രശ്നമില്ലാതെ ഞങ്ങള് വിളിക്കും പറയില്ലേ? അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ഭയങ്കര ധൈര്യം കാണിക്കണല്ലോ ഇച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയോ? ഞങ്ങളില്ലടോ. ഇതെന്തപ്പത്? അങ്ങോട്ട് കയറി വാലടച്ചേ. വിളിക്കാൻ പറയാം. വിളിക്കാനല്ല, നിങ്ങളുടെ ആളെപ്പം കൂടെ കൊണ്ടുവരും ഞങ്ങള്. പിന്നെന്താണ് ഇത് വാലർക്ക്? ഒരു പ്രശ്നമില്ല. ഞാൻ എന്താ പ്രശ്നം വിചാരിച്ചു? ഇത്രേ ഉള്ളൂല്ലേ? ഈ ഒരു പ്രശ്നത്തിനാണ് ഇപ്പൊ ഈ കിടന്ന് കരയണത്. ഒരു പ്രശ്നമില്ല. വാലർക്ക് എന്താ സംഭവം? എന്താ എന്താ കാണിച്ചു കൂട്ടണത്? വേറെ തിരിപ്പിലാണ്. ഇത് ഈ സ്ഥലക്കച്ചവടം എന്നൊക്കെ പറഞ്ഞ വല്ല ഗുണ്ടകളുടെ ഇടയിലൊക്കെ പെട്ട തല്ലിയ കൊല്ലുവറ്റകള്. അങ്ങനെ സംഭവം ഉണ്ടെന്ന് നമ്മുടെ അടുത്ത് പറയണ്ടേ? ഇന്ന് ഫോൺ എടുക്കാത്ത അതല്ലേ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഫോൺ എടുക്കണില്ല. എവിടെ പോയി അന്വേഷിക്കപ്പോ നമ്മള്? ഇതിപ്പോ ആ പെണ്ണിന്റെ അടുത്ത് പറയാൻ പറ്റുമോ? അല്ലെ ഇടുക്കിയിലെ കേസ് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല എന്തോ ഒരു ഇടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിച്ച കാര്യമൊക്കെ എനിക്ക് ധാരണയുണ്ട്. പക്ഷെ അത് ഇത്ര സീരിയസ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇത് ഇങ്ങനെയൊക്കെ മുങ്ങി നടക്കേണ്ട കാര്യം വീട്ടിൽ കയറിയില്ല. പോയോക്കാം. ഒന്ന് അന്വേഷിക്കാം.